കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പോ അമ്മയാ മോന്റെ പ്രധാന ശത്രു. സാരമില്ല, മക്കളിന്ന് എന്തെങ്കിലും പിടിച്ചു വാങ്ങാനല്ലല്ലോ ഞാൻ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. എങ്കിലും അച്ഛന്റെ അടുത്ത് നിൽക്കുന്നത് സമാധാനമാണെന്ന് എന്റെ മോൻ പറയുമ്പോ എനിക്ക് ചെറുതായിട്ട് നോവുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ ഇപ്പൊ പാപ്പരായ അമ്മയാ, ജോലി പോലും ഇല്ല. ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും സമ്പത്തിനെ സ്നേഹിക്കുന്നത്. അവിടെ അമ്മമാർക്കൊന്നും വലിയ പ്രസക്തിയില്ല. നിന്റെ കരണത്തടിക്കാതെ അവൾ അത്രയും പറഞ്ഞപ്പോ അവളുടെ നെഞ്ചു പൊട്ടുന്നുണ്ടാവും. ആദ്യം നീ മനുഷ്യനാകടാ, എന്നിട്ട് നല്ലൊരു ഡോക്ടർ ആവാൻ നോക്ക്. രോഗികളെ ചികിത്സിക്കും. മോൾ അടുക്കളയിലോട്ടൊക്കെ കയറി തുടങ്ങിയോ? ഇനി ഇത്തിരി പാചകം പഠിച്ചാലോ എന്ന് ആലോചിക്കുക. ആ, അത് നല്ല കാര്യമാ. വെറുതെ വീട്ടിലിരിക്കുമ്പോ പാചകം പഠിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് പോലും ജീവിക്കാം. കയ്യിൽ കുറച്ച് കാശുണ്ടായാ മതി. ഞാനേ ഒറ്റയ്ക്ക് താമസിക്കാനല്ല പഠിക്കുന്നത്. ഞാനൊരു ഡോക്ടറിന്റെ ഭാര്യ ആവാൻ പോവാ. അല്ല, അതിന് ഡോക്ടറുടെ ഇഷ്ടം എന്തൊക്കെയാണെന്ന് നോക്കറിയാവോ? ഇവിടെ ഡോക്ടറുടെ പെങ്ങളുണ്ടല്ലോ, ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. രാവിലെ ഇടിയപ്പം, പുട്ട്, കടലക്കറി, പിന്നെ മീനും ചിക്കനും ഒക്കെ തീയിൽ വെക്കുന്നതും ഭയങ്കര ഇഷ്ടം. ഇടിയപ്പത്തിന്റെ അച്ചിലിട്ടാല് ഇടിയപ്പം പെട്ടെന്നുണ്ടാക്കാം. പിന്നെ മാവ് കറക്റ്റ് ആയിരിക്കണം, എങ്കിലേ പുട്ട് നല്ല നൈസ് ആകത്തുള്ളൂ. അതൊക്കെ എനിക്ക് പിന്നെ പറഞ്ഞു തന്നാ മതി. എനിക്ക് ഈ മീനും ചിക്കനും തീയിലും ഒക്കെ വെക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണം. ഒരു കാര്യം ചെയ്യാം, ഇന്ന് മീൻ തീയൽ തന്നെ ആയിക്കോട്ടെ. അയ്യോ മോളെ, ഇന്ന് തീയല് വെക്കാൻ പറ്റുന്ന മീനല്ല ഇവിടെ ഇരിക്കുന്നത്. കൊഞ്ചൊക്കെ ആയിരുന്നേ നമുക്ക് തീയല് വെക്കായിരുന്നു. ഇന്നത്തെ മീന് തീയൽ വെച്ചാ മതി, എനിക്ക് പഠിക്കണം. അയ്യോ, അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നതല്ല മോളെ പാചകം. എന്നുവെച്ച് വലിയ പാടൊന്നുമില്ല പഠിക്കാൻ കേട്ടോ. അതൊക്കെ ഞാൻ പഠിച്ചെടുത്തോളാം. പക്ഷേ കൂടെ നിന്ന് എല്ലാം മനസ്സിലാക്കണം. ആദ്യം തേങ്ങ വറുത്തരയ്ക്കണം. ആ, എന്നാച്ചും തേങ്ങ എടുത്തോ. അല്ല, അതിന് തേങ്ങ എടുത്താ പോരല്ലോ, അത് ചിരകണം. മോക്ക് തേങ്ങ ചിരകാൻ അറിയാവോ? ഇല്ല. ആ, അതല്ലേ ആദ്യം പഠിക്കേണ്ടത്. വാ. ആ, ഇത് തേങ്ങ, ഇങ്ങോട്ട് വാ. ഇതെടുക്ക്. ആ, തിരിങ്ങ. ഇങ്ങനെ ഇങ്ങനെ. ആ, മോളെ, മോളെ എന്തായി ചെയ്യുന്നത്? തേങ്ങ ചിരവാൻ പഠിക്ക. ദിലീപേട്ടന് ഇഷ്ടമുള്ള കറികളൊക്കെ ഞാൻ ദീപേടത്തിയോട് ചോദിച്ച് മനസ്സിലാക്കി. ഇനി കുറച്ചു ദിവസം അച്ഛനെ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുക. ഗുരുദക്ഷിണ തന്നിട്ടില്ല. എല്ലാം കഴിയുമ്പോ ഞാൻ വെച്ചു തരും. ഒരു കെട്ട് പണം കയ്യിലോട്ട് വെച്ച് തരുമെന്ന് ഗുരുദക്ഷിണയായിട്ട്. ഓ, മര്യാദക്ക് കൊച്ചിനെ എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ നോക്ക്. ഓ ശരി. മോളെ, തേങ്ങ ചിരകുമ്പോ സൂക്ഷിക്കണേ, കയ്യൊന്നും മുറിയല്ലേ. ആദ്യമൊക്കെ ഇത്തിരൊക്കെ മുറിയും. ഓയോ, എല്ലാം അങ്ങനെയല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഒറ്റയടിക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. മോളെ, എല്ലാം കണ്ടും കേട്ടും പഠിച്ചോണം. ഇനിയിപ്പൊ അടുക്കള പണി അറിയില്ല എന്നൊരു പരാതി മോളുടെ ഡോക്ടർ ഭർത്താവ് പറയരുത്. കല്യാണം ഉറപ്പിച്ച മട്ടിലാണല്ലോ രണ്ടാളും സംസാരിക്കുന്നത്. ഇനി എന്തോന്ന് ഉറപ്പിക്കാനാ? ജോത്സര് നേരെ കുറിപ്പടി വരെ തന്നു കഴിഞ്ഞു. ഇനി കാര്യങ്ങളൊക്കെ ഏടുപിടിയും അങ്ങ് നടത്തണം. ഓ, ആ, എല്ലാം കേട്ടോണ്ട് നിക്കുവായിരുന്നോ? മോള് പറഞ്ഞതനുസരിച്ച് ദിലീപിന് ഇഷ്ടമുള്ളതൊക്കെ അച്ഛൻ്റെ അടുത്തുനിന്ന് മോള് പഠിക്കുക. ആ, നീ ഇനി അടുക്കളയിലോട്ടൊന്നും കേറണ്ട, എല്ലാം കണ്ടറിഞ്ഞ് ഇവരൊക്കെ ചെയ്തോളും. ആ, അതുപോലെ തന്നെ ദിലീപ് മോൻ വിളിക്കുമ്പോ നീ പറയണം കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന. ദിലീപിന് ഇഷ്ടപ്പെട്ടതൊക്കെ. ആ, ഒരാഴ്ച കൊണ്ട് മോള് നല്ലൊരു പാചകക്കാരിയാവും.
കാരണം അതിൽ ഉസ്താദായ ഒരാളിനൊപ്പമാ ഇപ്പൊ അടുക്കളയിലേക്ക് കയറിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 4-5 ദിവസമേ ഇവിടെ അടുക്കളയെ കയറൂ. അത് കഴിഞ്ഞാല് ഡോക്ടർമാര് രോഗികളെ കീറി മുറിക്കുന്ന പോലെ ഇവള് പച്ചക്കറിയും കീറി മുറിക്കേണ്ടി വരും. ആ അപ്പോഴേ ദിലീപ് വന്നു കഴിഞ്ഞാ ഒന്ന് വിളിച്ചിട്ട് മോൾക്ക് കൊടുക്കണേ. അവര് തമ്മിലൊന്ന് അടുക്കട്ടെ എന്ന്. പിന്നെ കല്യാണക്കുറിയൊക്കെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മയോട് വിളിച്ച് കല്യാണത്തിന് തയ്യാറായിക്കോളാൻ പറ കേട്ടോ. അമ്മേ, അമ്മേ, എന്താ മോളെ? അമ്മേ, ചേച്ചി ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ആ, എന്നെ വിളിച്ചു. ഒരു അന്തിമ തീരുമാനം എടുക്കണമെന്നാ പറയുന്നത്. ഇനി ഇവിടെ വന്ന് നിക്കാൻ പറയാം അമ്മേ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അങ്ങനെ തന്നെയാ മോളോട് ഞാനും പറഞ്ഞത്. പിന്നെ ജയലാലാണല്ലോ കൂടെ നിർത്തേണ്ടത്. നമുക്ക് പോയി വിളിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് വേണം ലാലേട്ടൻ കാര്യങ്ങളെ ചാരുവിനോടും അവരുടെ അമ്മയോടും പറയാൻ. അതിനിടയ്ക്ക് ഇവിടെ ഒരുത്തൻ ചാടിത്തുള്ളി നടക്കാണല്ലോ. അവനോ അവന്റെ അച്ഛനോ. ഇനി ആരോടൊക്കെ ഇക്കാര്യം പറയുന്നെന്ന് ആർക്കറിയാം? ദിലിയേട്ടൻ പറയത്തില്ലെന്നാ തോന്നുന്നേ. പക്ഷെ അച്ഛനെ സംശയിക്കണം. അച്ഛൻ 2 ഭാഗത്തും ചാടിക്കളിക്ക്. ലാലേട്ടന്റെ അമ്മ ഇടയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അച്ഛന് ഒരു എതിർപ്പും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അവര് തമ്മില് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവൂല്ലോ. അത് ഉറപ്പല്ലേ? ദിലിയേട്ടനോട് ഒരിക്കലും ഈ കല്യാണത്തിന് നിന്നു കൊടുക്കരുതെന്ന് പറയുകയും ചെയ്യും. അവിടെ വിളിച്ച് സമ്മതമാണെന്ന് പറയുകയും ചെയ്യും. അതിന്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്നത് അമ്മയാണല്ലോ. അമ്മ എപ്പോഴും സങ്കടപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇപ്പോഴും അച്ഛന്റെ മുന്നിലുള്ളൂ. ഞാനങ്ങനെ ഒരുപാട് സങ്കടപ്പെടുന്നൊന്നുമില്ല. എന്റെ മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്കത്ര വലിയ ഭാരമൊന്നുമല്ല. എന്റെ സസ്പെൻഷൻ ഉടനെ പിൻവലിക്കൂന്ന് അറിഞ്ഞത്. മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അമ്മ വീണ്ടും ജോലി കയറും. പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോ ബാങ്കിലെ കുടിശ്ശിയൊക്കെ അടച്ചു തീർത്തു. ദിലീപിന്റെ പഠിത്തവും കഴിഞ്ഞു. ഇനി നിങ്ങളെ 2 പേരെയും നോക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. ലാലേട്ടൻ എന്തായാലും ചേച്ചിയെ തള്ളിക്കളയത്തൊന്നുമില്ല. പിന്നെ ഇവിടെ കൊണ്ട് നിർത്തുമായിരിക്കാം. എങ്കിലും ചേച്ചിക്ക് കൊടുക്കാനുള്ളതൊക്കെ ലാലേട്ടൻ കൊടുക്കും. ഇനിയിപ്പോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും നമ്മളോ നമ്മുടെ മോളോ കാരണം ജയലാലിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. കാരണം അയാള് കാണിക്കേണ്ട നന്ദി സ്നേഹമൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ കണക്കിലെടുത്താ മതി. മോളെ, മോളെ, മോളിപ്പോ ഫ്രീ അല്ലേ? പിന്നെ ഇടയ്ക്കെന്താ നിനക്ക് ദിലീപിന്റെ വീട്ടിലേക്കൊന്ന് പോയാല്? ദിലീപേട്ടൻ എപ്പോഴും തിരക്കല്ലേ അമ്മേ. ഓ, എങ്കിലും അതിരാവിലെ ചെന്ന് കഴിഞ്ഞാ അവിടെ കാണും. അപ്പൊ കുറച്ചു നേരം സംസാരിക്കാം. അങ്ങനെയൊക്കെ അല്ലയോ 2 പേരും അടുപ്പം ഉണ്ടാകുന്നേ? മൊബൈലിലോട്ട് വിളിച്ചാൽ പോലും ഏതു നേരവും തിരക്കാം. പിന്നെ വല്ലപ്പോഴും എടുക്കുന്നത്. അതും ഇവിടെ ഒരുത്തിയോട് റെക്കമെൻഡ് ചെയ്യുമ്പോ. മോളെ, അവനൊരു ഡോക്ടറാ. അപ്പൊ നമ്മള് പാതാളത്തോളം താഴണം അയാളുടെ മുമ്പില്. അത് കല്യാണം കഴിയുന്നത് വരെ മാത്രം. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അച്ഛനെ അടിച്ചമർത്തുന്നത് കണ്ട് വളർന്ന മോളല്ലയോ നീ. അതുകൊണ്ട് നിനക്കിനി ഡോക്ടർ ആയാലും കളക്ടർ ആയാലും ശരി, അവനെ സ്വന്തം കാൽച്ചുവട്ടിൽ കൊണ്ടുവരാൻ ആരും ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിന്നെ അവൻ കെട്ടിക്കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് അമ്മ അങ്ങോട്ട് വരുമല്ലോ. എല്ലാ ആണുങ്ങളും എന്റെ അച്ഛനെ പോലെയാണോ? നിന്റെ അച്ഛനെന്താ മോശമായിരുന്നോ? മോളെ, അങ്ങേരെ കല്യാണം കഴിക്കുന്ന സമയത്തെ അങ്ങേരൊരു നല്ല അസല് പട്ടാളക്കാരനായിരുന്നു. പട്ടാളച്ചിട്ട ആയിരുന്നു തുടക്കത്തിൽ. അതൊക്കെ മാറ്റിയെടുത്തതേ ഈ അമ്മയാ.
അങ്ങനെ ഒരു പട്ടാളക്കാരനെ മാറ്റിയെടുക്കാമെങ്കിൽ പിന്നെ ഈ ഡോക്ടറെ മാറ്റിയെടുക്കാനാണോ മോളെ പാട്? പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ കോടതിയും നിയമവും ഒക്കെ പെണ്ണുങ്ങൾക്ക് അനുകൂലമാ. അതുകൊണ്ടല്ലേ അമ്മയെ ഈ വീട്ടിലേക്ക് കയറി വന്ന ഒരുത്തിക്ക് ജയിലിലാക്കാൻ പോലും പറ്റിയത്. അതുപോലെ തന്നെ താലി കഴുത്തി കയറിയ പിന്നെ പേടിക്കാനില്ല. ഒരു കുഞ്ഞും കൂടെ ജനിച്ചു കഴിഞ്ഞാ പിന്നെ പറയുകയും വേണ്ട. എനിക്കും അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടമ്മേ. പക്ഷെ ദിലിയേട്ടൻ എന്നോട് ഇതുവരെ താല്പര്യത്തോടെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാ ഞാൻ പോവാത്തത്. എന്നാ അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് മോള് പോണോന്ന്. 2-3 തവണ നിന്നെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ മോള് വിളിക്കുമ്പോ അവൻ സ്നേഹത്തോടെ അങ്ങ് സംസാരിച്ചോളും. മോളെ അവൻ പ്രേമിച്ചു തുടങ്ങിക്കോളും. ഇനിയിപ്പൊ മോൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് വിളിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കരുത്. ശരി, നാളെ അതിരാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. നന്നായിട്ട് ഒരുങ്ങി വേണം പോവാൻ. ഓരോ പ്രാവശ്യം കാണുമ്പോഴും മോളുടെ സൗന്ദര്യം കൂടി വരുന്നതായിട്ട് അവന് തോന്നണം. മോളെ കണ്ടവന്റെ കണ്ണു മഞ്ഞളിക്കണം. ഹോസ്റ്റലിലൊക്കെ പഠിച്ച പയ്യനാ. അവിടെയൊക്കെ ഇഷ്ടം പോലെ ചന്തക്കാരികളെ കണ്ടു കാണും. അതുകൊണ്ട് അവരെയൊക്കെ കാളും മോൾക്ക് ഗ്ലാമർ ഉണ്ടെന്ന് അവന് തോന്നണം. മനസ്സിലായോ അമ്മ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യാമേ, അമ്മ തന്നെ രാവിലെ എന്നെ മേക്കപ്പ് ചെയ്ത് വിട്ടാ മതി. അമ്മ ഓക്കെ എന്ന് പറഞ്ഞാലേ ഞാൻ പോത്തുള്ളൂ. ശരി ശരി. നീ ഇവിടെ നിന്ന് സമയം കളയാതെ പോയി നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. ആ മോളായിരുന്നോ? രാവിലെ ഇങ്ങ് പോന്നോ? ഇന്നലെ ഞാൻ ദിലീപേട്ടനെ സ്വപ്നം കണ്ടായിരുന്നു. അപ്പോ രാവിലെ ഒന്ന് കാണണമെന്ന് തോന്നി. അയ്യോ, മോനിവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഇന്നലെ ഇവിടുന്ന് പോയതാ. ചിലപ്പോ ഇന്നലെ രാത്രി അച്ഛന്റെ വീട്ടിലായിരിക്കും. ചിലപ്പോ ഇപ്പൊ വരാനും മതി. ആ ചാരുവോ? ഒറ്റയ്ക്കാണോ വന്നത്? അതെ, ദിലീപിനെ കാണാൻ വന്നതാ. ദിലീപേട്ടൻ ഞാൻ വിളിച്ച എടുക്കാറില്ല. പിന്നെ ഏട്ടത്തി റെക്കമെൻഡ് ചെയ്ത് വിളിപ്പിച്ചിട്ടാ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചത്. അതുകൊണ്ടാ നേരിട്ടൊന്ന് കാണുന്നത് തോന്നിയത്. ഇനി എന്നോട് എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ അത് നേരിൽ കണ്ട് ചോദിക്കുമ്പോ അറിയാൻ കഴിയുമല്ലോ. ഏതായാലും മോള് വാ. ദിലീപേട്ടൻ ഉടനെ തിരിച്ചു വരുമോ? അറിയില്ല മോളെ. ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകും. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടേ വരൂ. ഏതായാലും ഞാനൊന്ന് വിളിക്കാം. എന്നിട്ട് എവിടാന്ന് ചോദിക്കാം. ഞാൻ വന്നെന്നൊന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞാ ചിലപ്പോ വന്നില്ലെങ്കിലോ? അങ്ങനെയൊന്നുമില്ല മോളെ. ഇപ്പോഴത്തെ ആൺകുട്ടികളല്ലേ, അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെ കല്യാണം കഴിക്കുന്നതിൽ ദിലീപേട്ടന് എതിർപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാ ആ മോൻ വന്നെന്ന് തോന്നുന്നു. അമ്മയൊരു നിലവിളക്ക് കൊളുത്തിക്കേ. എന്നിട്ട് ഇവളെ അങ്ങോട്ട് കൈപിടിച്ച് കയറ്റിക്കേ. നീ എന്തൊക്കെയാ മോനി പറയുന്നേ? ആ, എന്തായാലും ചാരു വന്നത് നന്നായി. ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു. രജിസ്റ്റർ മാരേജാ. അച്ഛനായിരുന്നു സാക്ഷി.
മോളെ മോളെ ചാരു, അവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിന്നെ കാണാൻ അവള് വന്നത്. അതിനു മുൻപ് നീ ഇങ്ങനൊരു സാഹസം കാണിച്ചത് ആർക്കും അറിയില്ലല്ലോ. ആർഭാടമായിട്ടൊരു കല്യാണം വേണമെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം. പിന്നെ 2-3 ദിവസമായിട്ട് എന്നെ ദിലീപ് വല്ലാതെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം എനിക്ക് സമ്മതിക്കേണ്ടി വന്നപ്പോ എന്നാലും അതിനു മുമ്പ് ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു. ആ പറഞ്ഞ നീ അമ്മയെ സമ്മതിക്കോ? ആ പോയവർക്ക് വേണ്ടി നിങ്ങളെല്ലാം വാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞങ്ങൾ എപ്പോഴാടാ അതിനുവേണ്ടി വാദിച്ചത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് വരുമ്പോ രാവിലെ തന്നെ അവൾ ഇവിടെ പ്രസന്റ് ആവില്ലല്ലോ. ഞങ്ങളെ വിളിച്ചിട്ടില്ല, ചാരു വന്നതാ. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. അമ്മയ്ക്ക് നിലവിളക്ക് കൊളുത്തി ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോ, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് തിരിച്ചു പോയിക്കോളാം. ഞാൻ ദേ വരുന്നു. നേരത്തെ പോയതാ ഞാൻ പറഞ്ഞ കക്ഷി. മനസ്സിലായി. ഇനിയിപ്പോ ഇതിന്റെ പേരില് ദീപേച്ചിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവക്ക് എന്ത് സംഭവിക്കാനാ? എല്ലാം അറിഞ്ഞിട്ടാ ഒരുത്തൻ കല്യാണം കഴിച്ചോണ്ട് പോയത്. എന്നിട്ട് അയാൾ ഒരുമാതിരി പൊട്ടം കളിക്കുന്നതാ. ഇതൊന്നും എന്റെ വീട്ടിൽ നടപ്പുള്ള കാര്യമല്ല. പിന്നെ എന്റെ മക്കളുടെ ഇഷ്ടങ്ങൾക്കൊന്നും എതിര് നിൽക്കുന്ന ഒരു അമ്മയല്ല ഞാൻ. അതുകൊണ്ട് ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ല. ഐശ്വര്യമായിട്ട് മോളകത്തേക്ക് വാ. മോള് വാ. അമ്മേ, ഇവിടെ ഒരാള് പടി കയറുമ്പോ അവിടെ ലാലേട്ടന്റെ വീട്ടില് ചേച്ചിക്ക് പടി ഇറങ്ങേണ്ടി വരുമോ? എടാ പ്രേമ, നീ ഇവളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ട് പോണം. അയ്യോ അമ്മായി, പേടിക്കണ്ട. ഇത് കണ്ണുതീനൊന്നുമല്ല. കണ്ണില് കരട് പോയപ്പോ ചുമ്മാ തിരുമിയതാ, ചുവന്നുപോയി. എടാ അതുകൊണ്ടല്ല, ചാരുവിന്റെയും ദിലീപിന്റെയും കല്യാണം കഴിയുന്ന സമയത്തെങ്കിലും നീ ഇവളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ട് പോണോന്ന്. സ്വന്തം വീട്ടിലോട്ടൊന്നും പോണ്ടല്ലോ. നിങ്ങക്ക് 2 ആൾക്ക് മാത്രമായിട്ട് താമസിക്കാനൊരു വീടുണ്ടല്ലോ. അതും പൂട്ടിയിട്ടിട്ട് എന്തിനാ ഇവിടെ വന്ന് നിക്കുന്നേ? ഓ, ഇപ്പൊ അങ്ങനെയായ? സ്ഥിരമായിട്ടൊന്നും അവിടെ നിക്കണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. പക്ഷെ ഒരു പയ്യൻ ഇവിടെ വരുമ്പോ നിങ്ങൾ ഇവിടെ നിക്കുന്നത് മോശമാ. അതിപ്പോ ഡോക്ടർക്ക് അറിയാലോ ഞങ്ങൾ ഇവിടെ തന്നെയാന്ന്. അതൊക്കെ ഒരുത്തി അവിടെ അറിയിച്ചിട്ടുണ്ടാവും. എന്നാലും അവനൊരു ഡോക്ടറാ. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാന്യതയൊക്കെ കാണിക്കണം. ആ, മോളിത്ര പെട്ടെന്ന് ഇങ്ങ് പോന്നോ? എന്താ മോളെ? എന്തു പറ്റി മോളെ? ചെന്ന് നോക്ക് അവളുടെ വീട്ടില്. അപ്പൊ അറിയാം എന്താ പറ്റിയെന്ന്. എല്ലാരും കൂടി എന്നെ പൊട്ടിയാക്കുമായിരുന്നു, ഒരു ബഫൂൺ ആക്കുമായിരുന്നു. മോളെ നീ കാര്യം പറയേ. ഇനി എന്ത് പറയാനാ? ഞാൻ അവിടെ ചെന്നപ്പോ തൊട്ടു പിന്നാലെ എത്തി വധുവും വരനും. എന്താ മോളെ നീ പറയുന്നേ? രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഡോക്ടർ ദിലീപ് ഒരുത്തേം കൊണ്ട് വന്നെന്ന്. ഇവക്ക് അങ്ങനെ തന്നെ വേണം. മോള് സത്യമാണോ ഈ പറയുന്നേ? വിശ്വാസമായില്ലെങ്കിൽ പോയി നോക്കാനാ പറഞ്ഞത്.
എന്നിട്ട് ആർക്കും ഒന്നും അറിയാത്തതുപോലെ നടിക്കായിരുന്നു അവിടെ ഓരോരുത്തരും. ഇവിടെ ഒരുത്തിക്കും അതെല്ലാം അറിയാമേ. അതറിഞ്ഞു വെച്ചിട്ട് നമ്മളെല്ലാം കോമാളിയാക്കുമായിരുന്നു അവള്. ഞാൻ അവളുടെ ആങ്ങളെ കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവള് മാറി നിന്ന് ചിരിക്കുമായിരുന്നു.